ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസം ചിലന്തോറും നടിമാരുടെ വെളിപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ വെട്ടിലാകും, ആരൊക്കെ കരിയർ തന്നെ അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വരും, ഇതുവരെ യാതൊരു പിടിയുമില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടിമാർ നേരിട്ടുകൊണ്ടിരുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അണപൊട്ടി ഒഴുകുന്നത്. ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയാൽ, വാക്കുകൊണ്ട് പോലും മോശമായി പെരുമാറിയാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്ന ഒരു സാഹചര്യം ഉള്ള ഈ ഒരു രാജ്യത്ത് സിനിമാ മേഖലയിൽ ഇത്രയധികം ചൂഷണങ്ങൾക്കിരയാകുന്ന നടിമാർ ഉണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന കാര്യമാണ്. സിനിമാ മേഖലയിലുള്ള എല്ലാവരും മോശക്കാരാണോ എന്നൊരു ചോദ്യം ഉയരുമ്പോഴും ഇപ്പോൾ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ വ്യക്തമാകുന്നത് ആരോപണങ്ങളിൽ നിന്നും ആരെയും ഒഴിവാക്കില്ല എന്നാണ്. മമ്മൂട്ടിയും മോഹൻലാലും അടങ്ങുന്ന സൂപ്പർ താരങ്ങൾ മിണ്ടാതിരിക്കുന്നത് പോലും ഒരുപക്ഷെ ഈ ആരോപണങ്ങൾ നാളെ തങ്ങളുടെ നേർക്കും വരുമോ എന്ന് പേടിച്ചിട്ടാണെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പോഴിതാ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ജൂനിയർ നടിമാരും രംഗത്ത് വരുന്നുണ്ട്. കൊല്ലം MLA മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങേയറ്റം പഠിച്ച പണിയും നോക്കുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട സുഹൃത്ത് ബന്ധങ്ങൾ CPM നേതാക്കൾ പോലും മൗനത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുകേഷിന്റെ കാര്യത്തിൽ CPI പോലുള്ള പാർട്ടികൾ മുകേഷ് രാജിവെച്ച് പോകണം എന്ന രീതിയിലേക്കാണ്, എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മുകേഷിനെതിരെ കേസെടുത്തു എന്ന് മാത്രമല്ല, കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി നടിമാർ രംഗത്ത് വരുന്നു. ഇതിനിടയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും കൂടുതൽ കേസുകളും വരുന്നു. സിദ്ദിഖിനെതിരെയും രഞ്ജിത്തിനെതിരെയും മാത്രമല്ല, ജയസൂര്യക്കെതിരെയും ഇടവേള ബാബുവിനെതിരെയും മണിയംപിള്ള രാജുവിനെതിരെയും ഒക്കെ പോലീസ് ഇതിനിടെ തന്നെ കേസെടുത്തിരിക്കുകയാണ്. ഇനിയും പലർക്കെതിരെയും കേസുണ്ടായേക്കും എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ജയസൂര്യക്കെതിരെയുള്ള ആരോപണം വിചിത്രമാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതി. മലയാള സിനിമ ഇത്രയധികം പ്രതിസന്ധികളോടുകൂടി പോയിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ആളിക്കത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ കനക്കുമ്പോൾ സിനിമാ ലോകം മുഴുവൻ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളീ പറയുന്ന നടന്മാരൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് ഇന്റർവ്യൂവിനൊക്കെ വന്നിരിക്കുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ അവർ അവതരിപ്പിക്കുന്നത്. വലിയ തോതിലുള്ള ആരാധനയും നമുക്ക് തോന്നും വിധമാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, അവരൊക്കെ സിനിമാക്കാരാണ്. അവരുടെ തൊഴിലെന്ന് പറയുന്നത് അഭിനയമാണ്. അതുകൊണ്ട് ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് പറയുന്നതൊന്നും സത്യമായി കൊള്ളണമെന്നില്ല. ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ വരുമ്പോഴാണ് നമ്മൾ മറിച്ചൊന്ന് ചിന്തിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് നടൻ ജയസൂര്യ. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് പെരുമാറുന്നത്. കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ല മാന്യൻ. അങ്ങനെ ഒരു വ്യക്തി ഇതുപോലുള്ളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. നമ്മൾ കാണുന്നതൊന്നും സത്യമല്ല എന്നെവിടെയോ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു.